ഒരു കാര്യം പറയാം, അടുത്ത ഏത് ദിവസമാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഉള്ളതെല്ലാം ഒറ്റയടിക്ക് എടുത്തോണ്ട് പോകണം. ഇത് സത്രമൊന്നും അല്ല കയറി ഇറങ്ങി നടക്കുക. അതെ, പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞ് ഞങ്ങള് കേട്ടത്തില്ല. ഞങ്ങൾക്ക് പാതിരാത്രി സ്ത്രീകൾ താമസിക്കുന്ന ഇത് ദേവി ഇത് നമ്മളെ പ്രശ്നേഷാക്കി മാറ്റില്ലേ. ഒറിജിനൽ പ്രശ്നേഷൊന്നും നീ ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പ്രശ്നേഷും അമ്മയും സഹോദരിയും തമ്മിൽ വഴക്കായി. അങ്ങനെ അത്രയും കാലം അവർ ഒന്നിച്ച് ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നും പ്രശ്നേശ്വരും ഭാര്യയ്ക്കും ഇറങ്ങി പോകേണ്ടി വന്നു. ഇറക്കി വിട്ടതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ആകെ മൊത്തം മലമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവനും ഭാര്യയ്ക്കും വിദേശത്ത് ജോലിക്ക് പോകാനായി കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നു. അങ്ങനെ ആദ്യം അമ്മയുടെ അടുത്ത് പോയി പണം ചോദിച്ചു. ഇവര് താമസിക്കുന്നത് പണയ വീട്ടിലാണ്. അതിന് ഡെപ്പോസിറ്റ് ആയിട്ട് ഇവന് കുറച്ച് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു തന്നാൽ മതി എന്നായിരുന്നു ഇവൻ പറഞ്ഞത്. പക്ഷെ ആ പൈസ കിട്ടിയില്ല. അമ്മയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിട്ടും തന്നെ സഹായിച്ചില്ല എന്നാണ് പ്രശ്നേഷ് പറയുന്നത്. അങ്ങനെ അടുത്ത വഴി എന്നോണം ഇവന് പെങ്ങളെ കെട്ടിച്ച് വിടുമ്പോൾ കൊടുക്കാൻ വേണ്ടി അച്ഛനോ അമ്മയോ ആരോ ഉണ്ടാക്കി വെച്ച സ്വർണത്തിൽ നിന്നും കുറച്ച് ചോദിച്ചു. അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിനെ ചൊല്ലി ഇവനും പെങ്ങളും തമ്മിൽ വഴക്കായി. അടിപിടി വരെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ പെങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അത് കണ്ടു വന്ന അമ്മ ഇവനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അമ്മയെ കുറിച്ചും പെങ്ങളെയും കുറിച്ചും ചില മോശമായ പരാമർശങ്ങൾ നടത്തി. പെങ്ങൾ ഫുൾ ടൈം പയ്യന്മാരുമായി ഫോൺ വിളിച്ച് നടക്കലാണ് പണി എന്നൊക്കെ ഇവൻ പറഞ്ഞു വരുത്തി. ഓൾറെഡി ഇവൻ ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് ഓർക്കണം. അങ്ങനെ അമ്മയോടും പെങ്ങളോടുമുള്ള പ്രശ്നങ്ങളും കൂടി ആയതോടെ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടി. ഇവനെതിരെ വ്യാപകമായി വിമർശനങ്ങൾ വരാൻ തുടങ്ങി. വീട്ടുകാരുമായി പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ലോകം മൊത്തം അറിയിച്ചതിനും ഇവന് നല്ല തെറി കിട്ടി. നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഓൾറെഡി ഇവന്റെ സ്ട്രാറ്റജി അതാണല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് ഇവൻ ഇത്രയും കയറി വന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങൾ വഷളായി വന്നു. നാട്ടുകാരെല്ലാവരും ഇടപെട്ട് ആകെ സീനായി. പ്രശ്നേഷിനെതിരെ അമ്മയും പെങ്ങളും ചേർന്ന് പോലീസ് കേസ് വരെ കൊടുത്തു. ഇനി ഇവിടെ നാട്ടുകാരിടപെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രി ഈ പ്രശ്നേഷും ഭാര്യയും കൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം എന്തോ ക്ലീനിങ് വർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള പണി സാധനങ്ങളെല്ലാം വീട്ടിലാണ് ഇരിക്കുന്നത്. അതെടുക്കാൻ വേണ്ടിയാണ് വന്നത്. രാത്രി 11 മണിക്കായപ്പോഴാണ് സംഭവം. അന്നാണ് നാട്ടുകാരെല്ലാരും കൂടി വന്ന് പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നല്ലാതെ അന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന് പലരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പ്രശ്നേഷ് വീട്ടിൽ വന്ന് അമ്മയെ കുറെ വിളിച്ചു. പക്ഷെ ആരും വാതിൽ തുറന്നില്ല. അങ്ങനെ ഇവരെന്താക്കി, അമ്മയും പെങ്ങളും കിടക്കുന്ന റൂമിന് ജനലിൽ കൊട്ടി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സായി കെട്ട് ഒടുവിൽ അമ്മ വാതിൽ തുറന്നു. അതിനുശേഷം ഇവനും പെങ്ങളും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. അതിനുശേഷമാണ് നാട്ടുകാരെല്ലാരും വരുന്നത്. വന്നതല്ല, അമ്മയും പെങ്ങളും കൂടി പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയതാണെന്നൊക്കെയാണ് പ്രശ്നേഷ് പറയുന്നത്. എന്തായാലും ഇവനും പെങ്ങളും കൂടി വഴക്ക് കൂടുന്ന വീഡിയോ ഇവൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു കാര്യം പറയാം, അടുത്ത ഏത് ദിവസമാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഉള്ളതെല്ലാം ഒറ്റയടിക്ക് എടുത്തോണ്ട് പോകണം. ഇത് സത്രമൊന്നും അല്ല കയറി ഇറങ്ങി നടക്കുക. അതെ, പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞ് ഞങ്ങള് കേട്ടത്തില്ല. ഞങ്ങൾക്ക് പാതിരാത്രി സ്ത്രീകൾ താമസിക്കുന്ന ഇത് ഇല്ല, ചുമ്മാ കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് ദിവസം വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം എടുത്തോണ്ട് പൊക്കോ. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നിട്ടാലും മതി. ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത 11 മണി കഴിഞ്ഞ് വരാൻ പറഞ്ഞ വന്ന സൗകര്യം ഇല്ലെന്ന് പറയാം. ഞാൻ രാവിലെ വരാനാ പറഞ്ഞത്. എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പോഴാന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വെക്കണം. അല്ലാണ്ട് ഇത് കയറി ഇറങ്ങി വരാൻ സത്രമൊന്നും അല്ല. ഇനി ചുമ്മാ കയറി ഇറങ്ങി വരാൻ ഇത് സത്രമല്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെയുള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഞങ്ങൾ രാത്രി കാണത്തുള്ളൂ. ഞങ്ങൾക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആണെന്നുള്ള ദിവസം ഒരു ദിവസം പറയുക. അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ കാണും. എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം സോഫ അലമാര എന്താന്ന് വെച്ചാൽ ഒറ്റയടിക്ക് എടുത്തോണ്ട് നോക്കണം. മെസ്സേജ് ഇടണം അമ്മച്ചിക്ക്. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കാലം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് ശത്രുക്കളായി മാറിയതെന്ന് നോക്കി. സ്വന്തം മകനാണ് അല്ലെങ്കിൽ ചേട്ടനാണ്, ചേട്ടന്റെ ഭാര്യയാണെന്നൊന്നുമില്ല. കാലങ്ങളായി പരസ്പരം ശത്രുതയോടെ കഴിഞ്ഞിരുന്ന രണ്ട് കുടുംബങ്ങൾ കണ്ടുമുട്ടിയത് പോലുണ്ട് അല്ലേ ഇവരുടെ വഴക്ക് കാണുമ്പോൾ. വല്ലാത്തൊരവസ്ഥ തന്നെ. ആങ്ങളും പെങ്ങളും അമ്മയും എല്ലാം കണക്ക് തന്നെ. പ്രശ്നേഷ് പണിസാധനങ്ങൾ എടുക്കാൻ വന്നതാണെങ്കിൽ അത് എടുത്തു കൊടുത്തൂടെ? എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് സത്രമല്ല, രണ്ട് പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാണ്. ഇങ്ങനെ പാതിരാത്രി ഒന്നും കയറി വരാൻ പാടില്ല എന്നൊക്കെയാണ് പെങ്ങൾ പറയുന്നത്. കയറി വന്നത് അന്യന്മാരൊന്നും അല്ലല്ലോ, സ്വന്തം ചേട്ടനല്ലേ. ഇത്രയും കാലം നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഷോർക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എങ്ങനെയും പ്രശ്നം പരിഹരിക്കാൻ എന്റെ എല്ലാവരും ശ്രമിക്കുക. അവൻ പണി സാധനങ്ങൾ എടുക്കാൻ വന്നതാണെങ്കിൽ മിണ്ടാതെ എടുത്ത് കൊടുത്താൽ മതി, അവിടെ തീർന്നു പ്രശ്നം. പകൽ സാധനം എടുക്കാൻ വന്നെങ്കിൽ കൂടിയും അമ്മയും പെങ്ങളെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രശ്നേഷ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര രാത്രി വന്നത്. ഇനിയിപ്പോ
ഏത് രാത്രിയാണെങ്കിലും വന്നത് സ്വന്തം മോനല്ലേ അല്ലെങ്കിൽ ചേട്ടനല്ലേ, ഇതൊരു മാതിരി നാട്ടുകാരെ മൊത്തം കൂട്ടി അലമ്പാക്കി ആകെ മൊത്തം നാറിയില്ലേ. ഇനി നാട്ടുകാരെല്ലാരും കൂടി പ്രശ്നേഷിനെയും ഭാര്യയും ആട്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി കണ്ടോക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, എന്താ എടുത്താ കുഴപ്പമെന്താ കാണിക്കണ്ടേ? വീഡിയോ എടുത്താ രാത്രി ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാ എന്ത് നിങ്ങൾ എന്തുണ്ടാക്കാൻ വീഡിയോ എടുക്കുന്നതല്ല വിഷയം. ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെന്താ ഇപ്പൊ കാണിച്ചോന്ന് കണ്ടില്ലേ? എടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിന്റെ വീഡിയോ അല്ല എടുത്ത അവളുടെ വീഡിയോ എടുത്ത നിന്റെ വീഡിയോ എടുത്ത നിന്റെ വീഡിയോ എടുത്ത കാര്യം പറയട്ടെ, അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു. അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നിന്റെ വീഡിയോ എടുത്ത നിന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ആരെയും വീഡിയോ എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഉൾപ്പെടുത്തിയാണ് വീഡിയോ കണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ച് സ്വന്തം വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഏതൊരു മനുഷ്യനും തകർന്നു പോകാൻ ഇത് തന്നെ ധാരാളം. സംഭവം എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കിട്ടിയതാവാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇവനും അമ്മയും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവുക ആൺമക്കളോട് തന്നെയായിരിക്കും. അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞവരാണെന്ന് ഓർക്കണം. നാട്ടുകാർ സ്വന്തം മകനെ ആട്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ആ അമ്മ സന്തോഷിച്ചിട്ടുണ്ടാവുമോ, അതോ അമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയാലും സ്വന്തം മോനല്ലേ, അവൻ എന്റെ മോനാണ്, അവനെ വെറുതെ വിടടാ എന്ന് അവിടെ കൂടി നിന്ന ആളുകളോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു അല്ലെ. പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചേനെ. അല്ലെങ്കിലും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് തീർക്കേണ്ട പ്രശ്നമാണ്. ഇതൊക്കെ ഇങ്ങനെ പബ്ലിക് ആക്കിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. സംഭവം തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നേഷ് ഇതെടുത്ത് യൂട്യൂബിൽ ഇട്ടത്. തന്റെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ കുടുംബ പ്രശ്നം യൂട്യൂബിൽ എടുത്തിട്ടാൽ കിട്ടുന്ന റീച്ചും മനസ്സിലുണ്ടായിരുന്നിരിക്കണം. പക്ഷെ പണിപാളി, വലിയ റീച്ചൊന്നും കിട്ടിയതുമില്ല, ആകെ മൊത്തത്തിൽ നാറുകയും ചെയ്തു. ഒന്നാമത് ആദ്യമേ അവൻ ആർക്കും ഇഷ്ടമല്ല, അത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും പ്രശ്നേഷിന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ട് നമുക്ക് നിർത്താം. ദയവ് ചെയ്ത് നമ്മളെ പ്രശ്നേഷാക്കി മാറ്റില്ലേ. ഒറിജിനൽ പ്രശ്നേഷൊന്നും നീ ഒന്നും കണ്ടിട്ടില്ല. കാരണം ലൈഫ് കയ്യിൽ നിന്ന് പോയി പോകുക എന്നൊരു സാഹചര്യമൊക്കെ വരുമ്പോണ്ടല്ലോ, നമ്മൾ വെറും ഒരു പച്ചയായ മനുഷ്യനായിട്ട് മാറും. ആ സമയത്ത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്കുള്ള ആ ഒരു കലിപ്പിന്റെ പുറത്ത് വർക്കായി പോകും. അങ്ങനെ എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ഞാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അവര് ഒരു വാക്ക് പറഞ്ഞില്ല, അവരവരുടെ സാധനം എടുത്തിട്ട് പൊക്കോട്ടേന്നോ ഒന്നും അല്ല പറഞ്ഞത്. അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു, നാട്ടുകാരെ എൻകറേജ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരെ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നത്? എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടെ, എന്നെ ഉപദ്രവിച്ചിട്ടാണല്ലോ അവർ രക്ഷപ്പെട്ടെന്ന്. പക്ഷെ അവർക്ക് അടി വിളിച്ചതും പോരാ, നമ്മളെ ഉപദ്രവിപ്പിച്ചതും കൊല്ലാക്കാൻ നോക്കിയതും പോരാ, അവർക്കിനി എന്നെ അകത്താക്കണം, എന്നെ ഉണ്ട തീറ്റിക്കണം. ഇതൊക്കെയാണ് അവരുടെ പ്ലാനുകൾ. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അല്ലാതെ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ല എൻ്റെ പേരിലും കൂടെ കേസ് കൊടുക്കാഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കണം. ഒന്നിച്ച് നിന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമല്ലോ, അത് നടക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിർത്താനുള്ള പ്ലാനാണ് ഈ കളിക്കുന്നത് മൊത്തം. നടക്കട്ടെ, അവരുടെ ഇഷ്ടത്തിന് അവർ കളിക്കട്ടെ, നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കാം. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കൂട്ടത്തിൽ ജീവിക്കാൻ മറന്നു പോകാണ്ടിരിക്കാം, ഒരുമിച്ച് ശ്വാസമൊക്കെ ഇട്ട് നമുക്ക് ജീവിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മയും പെങ്ങളുമായി ഇനി ഒരിക്കലും ഒന്നിക്കില്ല എന്ന രീതിയിലാണ് പ്രശ്നേഷ് സംസാരിക്കുന്നത് അല്ലെ. ഇവിടെ ഞാനൊരു അഭിപ്രായം പറയാം, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അമ്മയും അച്ഛനും മക്കളും എല്ലാവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കുടുംബം എന്ന വാക്കിന് അർത്ഥം ഉണ്ടാകുന്നത്. കുടുംബത്തിനകത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ ഒതുങ്ങുമ്പോൾ അത് പരിഹരിക്കാനും എളുപ്പമായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊഫഷനായി ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെയോ അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്ന സുഹൃത്തിന്റെയോ കുടുംബക്കാരുടെയോ സഹായം തേടാമെന്നല്ലാതെ മറ്റാരെയും കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സമ്മതിക്കരുത്. കുട്ടിച്ചോറായി പോകും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഓൾറെഡി നാട്ടുകാരും മീഡിയക്കാരും ഇടപെട്ട് കഴിഞ്ഞു. കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. 100 അഭിപ്രായങ്ങൾ വന്നു. ഇത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കൊണ്ടിടാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നുകിൽ അത് പരസ്പരം പരിഹരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വേണ്ട നടപടികൾ എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പുറത്തു പറയാൻ താല്പര്യമില്ല എന്ന് പറയുക. അതാണ് അതിന്റെ മര്യാദ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.